ഹലോ ഫ്രണ്ട്സ്, SK ഇൻഫോ ഷെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് പാൻ കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 മുട്ട, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് പൗഡർഡ് ഷുഗർ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 cup chocolate chips, 1 cup milk, 1 cup maida, 3 tablespoon oil, butter കുറച്ച്, and vanilla essence 1 teaspoon. ആദ്യം തന്നെ നമുക്ക് 2 മുട്ട ബീറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എഗ് വൈറ്റ് മാത്രം ആദ്യം എടുത്താൽ മതി. എഗ് യോക്ക് നമുക്ക് വേറൊരു ഇതിലേക്ക് മാറ്റി വയ്ക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ച മുട്ട നേരിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ബീറ്റായി കിട്ടില്ല, നമുക്ക് പതഞ്ഞ് കിട്ടില്ല. നമുക്കത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ ശരിയായി വന്നിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ് വൈറ്റിലേക്ക് നമുക്ക് കുറേശ്ശായി പൗഡർ ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് കൂടാൻ പാടില്ല, ഇത്രയും കൺസിസ്റ്റൻസിയിൽ മതി. ഇനി അടുത്ത് നമുക്ക് എഗ് യോക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഒരു കപ്പ് മിൽക്കും 3 ടേബിൾ സ്പൂൺ ഓയിലും നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് എഗ് വൈറ്റ് മിക്സിലേക്ക് ചേർക്കാം. ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. മൈദ 1 കപ്പിലേക്ക് നമുക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സോൾട്ട് ഒരു പിഞ്ച്. ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പയ്യെ എഗ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇടാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഇളക്കണ്ട, ആ ചോക്ലേറ്റ് ചിപ്സ് അങ്ങനെ തന്നെ കിടക്കണം. ഇതിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് ബട്ടർ,
2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 കപ്പ് മിൽക്ക് ആൻഡ് 1 ടീസ്പൂൺ വാനില എസൻസ്. നമുക്കിനി കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ കോൺഫ്ലോർ. എൻ്റെ ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണേ. 1/2 കപ്പ് പഞ്ചസാര. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മിൽക്ക് ഒഴിക്കാം. പയ്യെ ലംസ് ഇല്ലാതെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആവണം. ലംസ് ഒന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. പൗഡേർഡ് ഷുഗറാണ് ഒന്നും കൂടെ പ്രിഫറബിൾ. അതാകുമ്പം പെട്ടെന്ന് അലിയും. ബാക്കിയുള്ള മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പാനിലേക്ക് അരിച്ച് ഒഴിക്കാം. നമ്മൾ അരിക്കുന്നത് ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ബട്ടർ ഇടാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ലംസ് വരാതിരിക്കാൻ. ഒന്ന് കൊഴുത്ത് വരുന്ന വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. അത് കണ്ടിന്യൂസ് സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ചോക്ലേറ്റ് സിറപ്പ് ചോക്ലേറ്റ് ഗനാഷ് ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി നമുക്കത് ഒഴിക്കാനുള്ളതാണ്. അപ്പം അധികം കട്ടിയാക്കണ്ട. ഈ സിറപ്പിനെ നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഹോട്ട് പാനിൽ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാറ്റർ ഒഴിക്കാം. കുറച്ച് നേരം അടച്ചു വയ്ക്കാം, ഒരു 30 സെക്കൻഡ്. മീഡിയം ഫ്ലെയിമിൽ ഇതിനെ നമുക്ക് മറിച്ചിടാം. മറിച്ചിടുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, സ്പോഞ്ചായിട്ട്. ഇതുപോലെ ബാക്കിയുള്ളത് ഉണ്ടാക്കാം. നമുക്കിനി ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയത് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നിനു മീതെ ഒന്നായി വെച്ച് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ചോക്ലേറ്റ് ലോഡഡ് പാൻകേക്ക് റെഡി. നമ്മുടെ ചോക്ലേറ്റ് ലോഡഡ് പാൻകേക്ക് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്.